എവ്രി വൺ. ഇന്ന് നമ്മൾ ഡി എൽ എഡിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പാർട്ട് 1 ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷനാണ് തരുന്നത്. ഡിഫറൻഷിയേറ്റ് ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഫോറിൻ ലാംഗ്വേജ് ആൻഡ് ഹോം ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജ് എന്താണ്, സെക്കൻഡ് ലാംഗ്വേജ് എന്താണ്, ഹോം ലാംഗ്വേജ് എന്താണ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എ ഹോം ലാംഗ്വേജ് ഈസ് ദ ലാംഗ്വേജ് മോസ്റ്റ് കോമൺലി സ്പോക്കൺ ബൈ ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഫോർ എവറിഡേ ഇൻറ്ററാക്ഷൻസ് അറ്റ് ഹോം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ഫാമിലി ലാംഗ്വേജ് ഓർ ദി ലാംഗ്വേജ് ഓഫ് ദി ഹോം. A first language, also called a native language or mother tongue, is a language that a person learns from birth or the language that they grow up speaking at home. It is a language that the person is most proficient in and is often the language in which they think and dream. A second language is a language that a person learns in addition to their first language. This language can be learned in a formal classroom settings through immersion in a community where the language is spoken or through self-study. The language of proficiency in a second language can vary widely depending on the individual's exposure and practice. A foreign language is a language that is not spoken in the individual's native country. It is often learned in a formal classroom setting and is not commonly spoken in the community where the individual lives. For example, English is a foreign language for someone who grew up in a non-English speaking country and learned it in school or through self-study. ഇവിടെ ഹോം ലാംഗ്വേജ് എന്താണ്, ഫസ്റ്റ് ലാംഗ്വേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോം ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ മെമ്പേഴ്സ് പരസ്പരം സംസാരിക്കുന്ന ഭാഷ ആണ് ഹോം ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലാംഗ്വേജ് എന്താണെന്ന് വെച്ചാൽ ഒരാളിൻ്റെ മദർ ടങ് ആണ് ഫസ്റ്റ് ലാംഗ്വേജ്. ഹോം ലാംഗ്വേജും ഫസ്റ്റ് ലാംഗ്വേജും ഏകദേശം ഒന്ന് തന്നെയാണ്. മിക്കവാറും എല്ലാവരും അവരവരുടെ വീടുകളിൽ സംസാരിക്കുന്നത് അവരവരുടെ മദർ ടങ് തന്നെയായിരിക്കും. പക്ഷേ എന്താണ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ, എ സെക്കൻഡ് ലാംഗ്വേജ് ഇസ് എ ലാംഗ്വേജ് ദാറ്റ് എ പേഴ്സൺ ലേൺസ് ഇൻ അഡീഷൻ ടു ദെയർ ഫസ്റ്റ് ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജിന് ഉപരിയായി, മദർ ടങ്ങിന് ഉപരിയായി ഒരു വ്യക്തി മറ്റൊരു ലാംഗ്വേജ് പഠിക്കുന്നതിന് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയും. ദിസ് ലാംഗ്വേജ് ക്യാൻ ബി ലേൺഡ് ഇൻ എ ഫോർമൽ ക്ലാസ് റൂം സെറ്റിംഗ്. ഒരു ഫോർമൽ ക്ലാസ് റൂം സെറ്റിങ്ങിലായിരിക്കും നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നത്. ത്രൂ ഇമേർഷൻ ഇൻ എ കമ്മ്യൂണിറ്റി വെയർ ദ ലാംഗ്വേജ് ഇസ് സ്പോക്കൺ. അല്ലെങ്കിൽ ഈ രണ്ടാമത് പഠിക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് എവിടെയാണോ സംസാരിക്കുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തിച്ചേരുന്നത് വഴി നമ്മൾ പഠിക്കുന്നു, സെൽഫ് സ്റ്റഡിയിലൂടെ പഠിക്കുന്നു. The level of proficiency in a language, second language, can vary widely depending on the individual's exposure and practice. സെക്കൻഡ് ലാംഗ്വേജിൽ ഒരാൾ നേടുന്ന പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത് അയാൾക്ക് ആ ലാംഗ്വേജിൽ എത്രത്തോളം പ്രാക്ടീസും എക്സ്പോഷറും കിട്ടുന്നു എന്നതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരാളുടെ ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്? A foreign language is a language that is not spoken in the individual's native country. ആ ഒരു വ്യക്തിയുടെ നേറ്റീവ് കൺട്രിയിൽ എങ്ങും സംസാരിക്കപ്പെടാത്ത ഒരു ഭാഷ ആണ് ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൺ ലേൺഡ് ഇൻ എ ഫോർമൽ ക്ലാസ് റൂം സെറ്റിംഗ് ആൻഡ് ഈസ് നോട്ട് കോമൺലി സ്പോക്കൺ ഇൻ ദ കമ്മ്യൂണിറ്റി വെയർ ദ ഇൻഡിവിജ്വൽ ലിവ്സ്. ഒരു ഫോറിൻ ലാംഗ്വേജ് ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിലോ സംസാരിക്കപ്പെടുന്നവ ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷ് ഈസ് എ ഫോറിൻ ലാംഗ്വേജ് ഫോർ സമ്മൺ ഹു ഗ്രൂ അപ്പ് ഇൻ എ നോൺ English speaking country and learned it in schools through self study. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഒരു രാജ്യത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ അത് അയാൾക്കൊരു ഫോറിൻ ലാംഗ്വേജ് ആയിരിക്കും. അയാളത് സെൽഫ് സ്റ്റഡിയിലൂടെ ആയിരിക്കും പഠിക്കുന്നത്. അടുത്തത്, വാട്ട് ഈസ് കോഡ് സ്വിച്ചിങ് ആൻഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് കോഡ് സ്വിച്ചിങ് ഇൻ ക്ലാസ് റൂം. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കോഡ് സ്വിച്ചിങ് എന്താണ്, ക്ലാസ് റൂമിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്? കോഡ് സ്വിച്ചിങ് റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് യൂസിങ് 2 or more languages or language varieties in a conversation or within a single sentence. കോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ 2 or അതിലധികമോ ലാംഗ്വേജസ് മിക്സ് ചെയ്ത് സംസാരിക്കുന്നു.
ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ സെൻറ്റൻസിൽ തന്നെ രണ്ടോ അതിലധികമോ ലാംഗ്വേജുകൾ മിക്സ് ചെയ്ത് സംസാരിക്കുന്നതിനെ നമ്മൾ കോഡ് സ്വിച്ചിങ് എന്ന് പറയും. ഞാൻ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ പവർ ഓഫ് ആയിരുന്നു. ഇത് കോഡ് സ്വിച്ചിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസാണ്. ഞാനെന്ന് പറയുന്നത് മലയാളം, സ്വിച്ച് ഇംഗ്ലീഷാണ്, ഓൺ ഇംഗ്ലീഷാണ്, ആക്കിയപ്പോൾ മലയാളം, പവർ ഇംഗ്ലീഷാണ്, ഓഫും ഇംഗ്ലീഷാണ്, ആയിരുന്നു മലയാളമാണ്. ഇത്തരത്തിൽ കോഡ് സ്വിച്ചിങ്ങിലൂടെ നമ്മൾ പലപ്പോഴും നിത്യജീവിതത്തിൽ സംസാരിക്കാറുണ്ട്. എന്താണ് ക്ലാസ് റൂമിൽ കോഡ് സ്വിച്ചിങ്ങിൻ്റെ പ്രാധാന്യം? ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻസ്. ടീച്ചറും കുട്ടികളും തമ്മിൽ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒന്നാണ് കോഡ് സ്വിച്ചിങ്. For example, a teacher may use the student's native language to explain a difficult concept or to provide instruction for an activity. This can help to clarify the meaning of the lesson and ensure that all students can participate effectively. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ടീച്ചറിൻ്റെ സ്റ്റുഡൻസിൻ്റെ നേറ്റീവ് ലാംഗ്വേജിലേക്കോ അല്ലെങ്കിൽ മദർ ടങ്ങിലേക്കോ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് കോഡ് സ്വിച്ചിങ് നടത്തുന്നു. ഇംഗ്ലീഷ് അധ്യാപിക ഒരു കുട്ടിയുടെ മദർ ടങ്ങിലേക്ക് ഒരു കോഡ് സ്വിച്ചിങ് നടത്തുന്നു. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തായിരിക്കും? ടീച്ചറിന് ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് കൊടുക്കണം, കുട്ടിക്ക് കറക്റ്റായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാവണം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ടീച്ചർ രണ്ട് ലാംഗ്വേജുകൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതിനെ നമ്മൾ കോഡ് സ്വിച്ചിങ് എന്ന് പറയും. ഇതെന്തിനാണ് സഹായിക്കുന്നത്? ടു ക്ലാരിഫൈ ദ മീനിങ് ഓഫ് ദ ലെസൺ കൂടുതൽ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റുഡൻസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇഫക്റ്റീവ്ലി. ഓൾ സ്റ്റുഡൻസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇഫക്റ്റീവ്ലി. എല്ലാ സ്റ്റുഡൻസും ഇഫക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് എൻഷുർ ചെയ്യാനുമാണ്. അതായത് ചില ക്ലാസ്സുകൾ കുട്ടികൾക്ക് വേണ്ടത്ര ഇംഗ്ലീഷ് പരിജ്ഞാനം ഇല്ലാത്ത ഒരു ക്ലാസ്സിൽ ടീച്ചർ മൾട്ടി ലിംഗ്വൽ ആകാറുണ്ട്. കാരണം ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം ഉപയോഗിച്ചാൽ എല്ലാ കുട്ടികൾക്കും അതിൻ്റെ ആശയം മനസ്സിലാകണമെന്നില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അധ്യാപിക കോഡ് സ്വിച്ചിങ് വഴി കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് അത് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. രണ്ടാമത്തെ ധർമ്മം, ടു ഡെവലപ്പ് സ്റ്റുഡൻസ് ലാംഗ്വേജ് സ്കിൽ ആൻഡ് ഇൻക്രീസ് ദെയർ എക്സ്പോഷർ ടു ഡിഫറെൻറ്റ് ലാംഗ്വേജ് വെറൈറ്റി. കുട്ടികളുടെ ലാംഗ്വേജ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് വെറൈറ്റിയിലേക്ക് അവർക്കൊരു എക്സ്പോഷർ നൽകാനും ഈ കോഡ് സ്വിച്ചിങ് സഹായിക്കുന്നുണ്ട്. For example, a teacher may use code switching to introduce new vocabulary or grammar structures or to model how to use language in different contexts. ശരിക്കും ചെറിയ ക്ലാസ്സുകളിൽ കോഡ് സ്വിച്ചിങ് വഴി തന്നെയാണ് നമ്മൾ ഗ്രാമാറ്റിക്കൽ എലിമെൻറ്റ്സ് കുട്ടികളെ പരിചയപ്പെടുത്താറ്. കാരണം മാതൃഭാഷയിലുള്ള ഗ്രാമറിൻ്റെ സ്ട്രക്ചറും ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഗ്രാമറിൻ്റെ സ്ട്രക്ചറും വ്യത്യസ്തമാണ്. അപ്പോൾ കുട്ടി മലയാള ഭാഷയിൽ പഠിച്ച് ശീലിച്ചത് അല്ലെങ്കിൽ സംസാരിച്ച് ശീലിച്ച ഒരു കുട്ടി ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ആശയങ്ങളെ തർജിമ ചെയ്യുന്ന സമയത്ത് മലയാളത്തിൻ്റെ അതേ സ്ട്രക്ചർ ഉപയോഗിക്കാനും ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചർ അതിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ തെറ്റ് വരുത്താനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവൻ്റെ മദർ ടങ്ങിൽ തന്നെയാണ് പറയുന്നത്. അവൻ്റെ ആശയം കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മദർ ടങ് ഉപയോഗിച്ച് ടീച്ചർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതെന്തിനു സഹായിക്കുന്നുവെന്ന് വെച്ചാൽ ദിസ് ക്യാൻ ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് എ മോർ ന്യൂആൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ലാംഗ്വേജ്. അതായത് ഒരു ലാംഗ്വേജിൻ്റെ വളരെ സൂക്ഷ്മമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കൽ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നത്. ടു ബിക്കം മോർ പ്രൊഫിഷ്യൻ്റ് ഇൻ യൂസിങ് ഇറ്റ്. അത് വളരെ പ്രൊഫഷൻ്റായിട്ട് യൂസ് ചെയ്യാനും ഈ കോഡ് സ്വിച്ചിങ് വഴി പഠിപ്പിക്കുന്നത് വഴി ടീച്ചർ ഉദ്ദേശിക്കുന്നുണ്ട്. കോഡ് സ്വിച്ചിങ് മേ ഒക്കർ ഇൻ ദ ഫോളോയിങ് വേസ്. എവിടെയൊക്കെയാണ് കോഡ് സ്വിച്ചിങ് നടക്കാറെന്ന് നോക്കാം. ഇക്വലൻസ്. Code switching can occur when there is not an exact equivalent word or phrase in one language for what the speaker wants to express. ഒരു സ്പീക്കർ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം അതിന് ഇക്വലൻ്റ് ആയിട്ട് ഒരു വാക്ക് കിട്ടുന്നില്ല എങ്കിൽ ആ സമയത്ത് കോഡ് സ്വിച്ചിങ്ങിലേക്ക്, അതായത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറാം. അല്ല, കുട്ടികൾക്കെന്നല്ല, ഏതൊരു സാഹചര്യത്തിലും നമ്മളിപ്പോൾ ഒരു നോർമൽ കോൺവെർസേഷൻ്റെ സമയത്ത് ഇഫ് വി ആർ ടോക്കിംഗ് ടു ആൻ ഓഡിയൻസ് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു വേർഡ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഓഡിയൻസിന് മനസ്സിലാവുന്നൊരു ഭാഷയിലേക്ക് അത് പറഞ്ഞു കൊടുക്കാറുണ്ട്.
In this case, the speaker might switch to another language to convey the intended meaning more accurately or to add nuance to their message. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു സ്പീക്കർ എന്ത് ചെയ്യാറുണ്ട്? മറ്റൊരു ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കൺവേ ദ മീനിങ്, ഇൻറ്റൻഡഡ് മീനിങ്, ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം ആക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോഡ് സ്വിച്ചിങ് നടത്താറുണ്ട്. ഫ്ലോ ഹോൾഡിംഗ് മറ്റൊരു സിറ്റുവേഷനാണ് കോഡ് സ്വിച്ചിങ്ങിൻ്റെ. ഫ്ലോർ ഹോൾഡിംഗ് refers to the use of code switching to establish and maintain a position of power or authority in a conversation or group. Speakers may switch to a language or dialect that is associated with higher social status or prestige in order to assert their dominance or to signal their membership in a particular group. അതായത് കോഡ് സ്വിച്ചിങ് നടത്തുന്ന മറ്റൊരു സാഹചര്യമാണ് ഫ്ലോർ ഹോൾഡിംഗ്. അതായത് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ എ പൊസിഷൻ ഓഫ് പവർ ഒരു അതോറിറ്റി ഇൻ എ കോൺവെർസേഷൻ ഓഫ് ഒരു ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ ഒരു പവർ അല്ലെങ്കിൽ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സ്പീക്കർ ചില സമയങ്ങളിൽ കോഡ് സ്വിച്ചിങ് ചെയ്യാറുണ്ട്. Speaker may switch to a language or dialect that is associated with higher social status. ഇപ്പോൾ ഒരു ഡോമിനൻസ് കിട്ടണമെങ്കിൽ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടുന്നൊരു ലാംഗ്വേജിലേക്കോ അല്ലെങ്കിൽ ഒരു ശൈലിയിലേക്കോ ഒക്കെ ചില സ്പീക്കേഴ്സ് മാറും. ചില സാഹചര്യങ്ങളിൽ അവനൊരു ഡോമിനൻസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു സംസാരത്തിലുള്ള ഒരു ഡയലക്റ്റിലോ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിൽ തന്നെയോ ചില സമയം മാറ്റം വരുത്താറുണ്ട്. അത്തരം സാഹചര്യങ്ങളെയാണ് ഫ്ലോർ ഹോൾഡിംഗ് എന്ന് പറയുന്നത്. പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോഡ് സ്വിച്ചിങ് നടത്തുന്ന സാഹചര്യം. റീഇറ്ററേഷൻ റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് കോഡ് സ്വിച്ചിങ് ടു റിപ്പീറ്റ് ഓർ എംഫസൈസ് എ പോയിൻറ്റ് ഓർ മെസ്സേജ്. അതായത് സ്പീക്കർ പറയുന്ന ഒരു കാര്യത്തെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി റീഇറ്ററേഷൻ ഉപയോഗിക്കാറുണ്ട്. സ്പീക്കേഴ്സ് മൈറ്റ് സ്വിച്ച് ലാംഗ്വേജ് ടു റിപ്പീറ്റ് എ പോയിൻറ്റ് ദാറ്റ് വാസ് നോട്ട് അണ്ടർസ്റ്റുഡ്, to highlight a particularly important idea or to provide additional emphasis or clarification. അതായത് സ്പീക്കർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് സ്പീക്കർ കോഡ് സ്വിച്ചിങ്ങിലേക്ക് അതായത് മറ്റൊരു ലാംഗ്വേജിലേക്ക് മാറാറുണ്ട്. മാറുന്ന സമയത്ത് സ്പീക്കറിൻ്റെ ഉദ്ദേശം എന്താണ്? ആ പറയുന്ന ആശയത്തിന് വേണ്ടത്ര എംഫസിസും ക്ലാരിഫിക്കേഷനും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്തത് കോൺഫ്ലിക്റ്റ് കൺട്രോൾ. കോൺഫ്ലിക്റ്റ് കൺട്രോൾ റെഫേഴ്സ് ടു ദി യൂസ് ഓഫ് കോഡ് സ്വിച്ചിങ് ടു മാനേജ് ഓർ അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ഇൻ എ കോൺവെർസേഷൻ ഓർ ഗ്രൂപ്പ്. സ്പീക്കേഴ്സ് മേ സ്വിച്ച് ലാംഗ്വേജസ് ടു ഡിഫ്യൂസ് ടെൻഷൻ, ടു സിഗ്നൽ എഗ്രിമെൻറ്റ് or disagreement, or to communicate their emotions or intentions more effectively. ഇതും അതുപോലെ തന്നെയാണ് കോൺഫ്ലിക്റ്റ് കൺട്രോൾ. കോൺഫ്ലിക്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പീക്കർ കോഡ് സ്വിച്ചിങ് നടത്താറുണ്ട്. അതുവഴി he can communicate his emotions and intentions more effectively. ആ സ്പീക്കറിന് അയാളുടെ ഇമോഷൻസും ഇൻറ്റൻഷനും ഉദ്ദേശവും മോർ എഫക്റ്റീവ്ലി കൺവേ ചെയ്യാൻ സാധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളതാണ്, വാട്ട് ഈസ് മൾട്ടി ലിംഗ്വലിസം ആൻഡ് വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ബീയിങ് എ മൾട്ടി ലിംഗ്വൽ പേഴ്സൺ. മൾട്ടി ലിംഗ്വലിസം എന്താണ്? മൾട്ടി ലിംഗ്വൽ പേഴ്സൺ ആവുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? മൾട്ടി ലിംഗ്വലിസം റെഫേഴ്സ് ടു ദി എബിലിറ്റി ടു സ്പീക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുന്നത് ഒരാളിൻ്റെ കഴിവ്. എന്തിനുള്ള കഴിവ്? മൾട്ടിപ്പിൾ ലാംഗ്വേജ് സംസാരിക്കാനുള്ള കഴിവ്. ബീയിങ് മൾട്ടി ലിംഗ്വൽ ഓർ മൾട്ടി ലിംഗ്വൽ, ബീയിങ് ബൈലിംഗ്വൽ ഓർ മൾട്ടി ലിംഗ്വൽ ക്യാൻ ലീഡ് ടു ഇംപ്രൂവ്ഡ് പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി. മൾട്ടി ലിംഗ്വൽ ആകുന്നത് വഴി ബൈലിംഗ്വൽ ആകുന്നത് വഴി ഒരാൾക്ക് വളരെ മെച്ചപ്പെട്ട ഒരു പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ടാകുന്നതായിട്ട് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. നോയിങ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ക്യാൻ മേക്ക് യു എ മോർ അട്രാക്റ്റീവ് കാൻഡിഡേറ്റ് ഫോർ ജോബ്സ് ദാറ്റ് റിക്വയർ കമ്മ്യൂണിക്കേഷൻ വിത്ത് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട്സ് സച്ച് ആസ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് ഓർ ഡിപ്ലോമസി. അതായത് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അറിയുന്നത് വഴി ഒരാൾക്ക്
ഒരു മോർ അട്രാക്റ്റീവ് കാൻഡിഡേറ്റ് ആകാൻ സാധിക്കുന്നു, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു. He can interact with people from different language backgrounds, such as in international business or diplomacy. Being able to speak multiple languages can help you better understand and appreciate other cultures. അതായത് ഒരാൾ മൾട്ടിപ്പിൾ ലാംഗ്വേജ് സംസാരിക്കുന്നത് വഴി അയാൾക്ക് മൾട്ടിപ്പിൾ കൾച്ചറുകളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. Multilingual people are often more adept at communication, both within and across languages, and can adapt their style and tone to fit different situations. അതായത് മൾട്ടിലിംഗ്വൽ ആയിട്ടുള്ള ആളുകൾക്ക് they can adapt at communication both within and across languages and can adapt their style and tone to fit different situations. അവർക്ക് ഏതൊരു സിറ്റുവേഷനിലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലും ടോണും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരായിരിക്കും മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ സംസാരിക്കുന്ന ആളുകൾ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ അപ്രോച്ച് ആൻഡ് മെത്തേഡ്. അപ്രോച്ചും മെത്തേഡും നമ്മൾ പഠിക്കുന്നതാണ്. DLEDൽ തുടങ്ങുന്ന സമയത്ത് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അപ്രോച്ച്, എന്താണ് മെത്തേഡ്, എന്താണ് ടെക്നിക്, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാര്യം പലപ്പോഴും അപ്രോച്ചും മെത്തേഡും നമ്മൾ ഒന്നായിട്ടാണ് പറയാറ്. പക്ഷേ ഇതിൽ വ്യക്തമായിട്ടുള്ള ഡിഫറൻഷ്യേഷൻ ഉണ്ട്. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അപ്രോച്ച് ഇസ് എ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും നോക്കിക്കാണുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള രീതിയാണ് അപ്രോച്ച് എന്ന് പറയുന്നത്. It is a theoretical way of what language is and how it can be learned. ലാംഗ്വേജ് എന്താണെന്ന് എന്നും എങ്ങനെയാണ് അത് പഠിക്കേണ്ടതെന്നുമുള്ള അതിനെ പറ്റിയുള്ള ഒരു തിയററ്റിക്കൽ വേ ആണ് അപ്രോച്ച് എന്ന് പറയുന്നത്. An approach will tell you the rationale and the acts of the basic directive for fixing the objectives and evaluation strategies of the curriculum. ഒരു കരിക്കുലത്തിൽ അതിൻ്റെ ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഇവാലുവേഷൻ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നതും എന്തിനെങ്കിലും ബേസ് ചെയ്തായിരിക്കുമല്ലോ. അതിൻ്റെ റാഷണൽ എന്താണ്, അതിൻ്റെ യുക്തി എന്താണ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് ആ കരിക്കുലത്തിൽ അങ്ങനെ ഒരു ഇവാലുവേഷൻ സ്ട്രാറ്റജി കൊടുക്കുന്നത്, ഇതിൻ്റെ പിന്നിലെ യുക്തി എന്താണ് എന്നാണ് ഒരു അപ്രോച്ച് പറയുന്നത്. അപ്രോച്ച് സജസ്റ്റ് ദ മെത്തേഡ് ടു ബി ഫോളോഡ് ഇൻ ദി ക്ലാസ് റൂം. ഒരു അപ്രോച്ചാണ് ഏത് മെത്തേഡാണ് ക്ലാസ് റൂമിൽ ഫോളോ ചെയ്യേണ്ടത് എന്ന് സജസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കോറിലേറ്റഡ് അസംഷൻസ് ഡീലിംഗ് വിത്ത് ദ നേച്ചർ ഓഫ് എ ലാംഗ്വേജ് ലേണിംഗ്. അതായത് ചില അസംഷൻസ് ആണ്. അപ്രോച്ചുകൾ എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. കോഗ്നിറ്റീവ് അപ്രോച്ച്, ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്. ഓരോ അപ്രോച്ചുകളും ഓരോ അസംഷൻസ് ആണ് ലാംഗ്വേജ് ലേണിങ്ങിനെ പറ്റി പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇറ്റ് സ്റ്റേസ് ദ പോയിൻ്റ് ഓഫ് വ്യൂ, ഫിലോസഫി ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഒരു അപ്രോച്ച് ഓഫ് ലാംഗ്വേജ് ലേണിംഗ്, ഒരു ലാംഗ്വേജ് ലേണിങ്ങിനെ പറ്റിയുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു വ്യൂ പോയിൻ്റാണ്. ഇങ്ങനെയാണ് ലാംഗ്വേജ്, ഇതാണ് ലാംഗ്വേജ് എന്നും ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നുമുള്ളത് ഒരു വ്യൂ പോയിൻ്റാണ്, അല്ലെങ്കിൽ ഒരു ഫിലോസഫിയാണ്, ഒരു പ്രാക്ടീസാണ് എന്ത് അപ്രോച്ച്. പക്ഷേ എന്താണ് മെത്തേഡ് എന്ന് വെച്ചാൽ, മെത്തേഡ് ഈസ് ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇൻ ട്രാൻസാക്ടിങ് ദി കരിക്കുലം. നമ്മൾ പറഞ്ഞു അപ്രോച്ച് ഒരു തിയററ്റിക്കൽ വേ ഓഫ് ടെല്ലിംഗ് വാട്ട് ഇസ് ലാംഗ്വേജ് ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി ലേൺഡ്. അതേപോലെ മെത്തേഡ് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രാക്ടിക്കൽ വേ ആണ്, പ്രൊസീജിയറലാണ്. ദ മെത്തേഡ് ഈസ് ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇൻ ട്രാൻസാക്ടിങ് ദി കരിക്കുലം. കരിക്കുലം ട്രാൻസാക്ട് ചെയ്യേണ്ടതിനെക്കുറിച്ച് ഉള്ള പ്രൊസീജിയറൽ വേ ആണ് മെത്തേഡിൽ പറയുന്നത്. ഇറ്റ് ഗീവ്സ് ആൻസർ ടു ഹൗ വി ലേൺ. ഇതെന്താണ് തരുന്നത്? എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന്
എന്നതിനെക്കുറിച്ചുള്ള ഉത്തരം ആണ് തരുന്നത്. എ മെത്തേഡ് ഈസ് എ ബോഡി ഓഫ് ടെക്നിക്സ് വിച്ച് ഇൻഡിക്കേറ്റ്സ് എ വേ ടു ടീച്ച് എ പെർട്ടിക്കുലർ ഐറ്റം. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ടെക്നിക്സ് ആണ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ വേ ടു ടീച്ച് എ പെർട്ടിക്കുലർ ഐറ്റം. ഒരു പർട്ടിക്കുലർ ഐറ്റം എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന എന്നതിനെപ്പറ്റി അതിൻ്റെ ടെക്നിക്കുകളെ പറ്റി പറയുന്നതാണ് ഒരു മെത്തേഡാണ്. ഒരു മെത്തേഡിലാണ് എന്താണ് ടെക്നിക്കുകളെ പറ്റി പറയുന്നത്. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫാക്ടേഴ്സ് ലൈക്ക് ഒബ്ജക്റ്റീവ്സ്, കോഴ്സ് കണ്ടന്റ്, സ്റ്റുഡൻസ് ഏജ് ആൻഡ് പ്രൊഫഷൻസി ലെവൽ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേണേഴ്സ്, മദർ ടങ് ആൻഡ് ദ ടാർഗറ്റ് ലാംഗ്വേജ്. അപ്പം ഈ മെത്തേഡ് എന്ന് വെച്ചാൽ ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഒബ്ജക്റ്റീവ്സ്, കോഴ്സ് കണ്ടന്റ്, സ്റ്റുഡൻസ് ഏജ്, പ്രൊഫഷൻസി ലെവൽ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേണേഴ്സ്, മദർ ടങ്, ടാർഗറ്റ് ലാംഗ്വേജ്. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു മെത്തേഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു മെത്തേഡ് ഒരു കുട്ടിയുടെ പ്രൊഫഷൻസി ലെവലിൽ നോക്കിയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു കുട്ടിയുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചിട്ടായിരിക്കും ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് യൂഷ്വലി അക്കമ്പനീഡ് ബൈ ദ ടെക്സ്റ്റുവൽ മെറ്റീരിയൽസ്. എന്തായാലും ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊസീജിയറൽ അപ്രോച്ചാണ്. ആ മെത്തേഡിൽ കൂടിയാണ് കരിക്കുലം ട്രാൻസാക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനൊരു ടെക്സ്റ്റുവൽ മെറ്റീരിയലിൻ്റെ പിൻബലം ഉണ്ടായിരിക്കണം. There can be many methods in an approach. ഒരു അപ്രോച്ചിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഒരു അപ്രോച്ചിൽ തന്നെ പല പല മെത്തേഡുകൾ ഉണ്ടാകാറുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ ബിഹേവിയറിസം ഈസ് ആൻ അപ്രോച്ച്. ബിഹേവിയറിസം ഒരു അപ്രോച്ചാണ്. ബട്ട് വിത്തിൻ ബിഹേവിയറിസം ഓഡിയോ ലിങ്കൽ ഈസ് എ മെത്തേഡ്. ഓഡിയോ ലിങ്കൽ എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. ഇപ്പം ബിഹേവിയറിസം ഒരു ഫിലോസഫിക്കൽ വ്യൂ പോയിൻ്റാണ്. ആ ബിഹേവിയറിസം പറയുന്ന ഒരു മെത്തേഡാണ് ഓഡിയോ ലിങ്കൽ മെത്തേഡ്. അപ്പം അപ്രോച്ച് മെത്തേഡ് നമ്മൾ വ്യക്തമായിട്ട് ഒരു ഡിഫറൻസിയേഷൻ അവിടെ നമുക്ക് കാണാം. അടുത്തത് ടെക്നിക്കാണ്. ടെക്നിക് മസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ് വിത്ത് എ മെത്തേഡ് ആൻഡ് ഇൻ ഹാർമണി വിത്ത് ദി അപ്രോച്ച്. അപ്രോച്ചിനെയും മെത്തേഡിനെയും അനുസരിച്ചിട്ടാണ് ടെക്നിക്ക് ഉണ്ടാവുക. ഇറ്റ് മസ്റ്റ് ബി ഇൻ കൺഫർമിറ്റി വിത്ത് ദ മെത്തേഡ്സ് ഇൻ പെർട്ടിക്കുലർ ആൻഡ് അപ്രോച്ച് ഇൻ ജനറൽ. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു അക്കംപ്ലിഷ് ആൻ ഇമ്മീഡിയറ്റ് ഒബ്ജക്റ്റ്. അതായത് ടെക്നിക്കുകൾ സാധാരണയായിട്ട് ക്ലാസ് റൂമിലാണ് നടക്കാറ്. ഒരു ടീച്ചർ ടെക്നിക്കുകൾ സാധാരണ ഒരു ടീച്ചർ ക്ലാസ് റൂമിലാണ് നടത്താറ്. കാരണം അവർക്കൊരു ഇമ്മീഡിയറ്റ് ഗോൾ അക്കംപ്ലിഷ് ചെയ്യേണ്ടതുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ അപ്രോച്ചിനനുസരിച്ചും മെത്തേഡുകളുണ്ടാവും. ഓരോ മെത്തേഡിനും അതിൻ്റേതായ ടെക്നിക്സുകളും ഉണ്ടാവും. Techniques takes place in the actual classroom. Difference between approach and method. Approach is theoretical while method is procedural. Approach is a set of correlative assumptions, whereas method is an overall plan within approach. There can be many methods in an approach. For example, in linguistics, behaviorism is an approach, but within behaviorism, audiolingualism is a method. Underlying any language teaching approach is a theoretical view of what language is and of how it can be learned. Approach should answer what and why we learn, whereas method give answer to how we learn. Techniques are the strategies for actual implementation of a method. അപ്പോൾ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വാട്ട് ആൻഡ് വൈ വി ലേൺ. നമ്മൾ എന്തുകൊണ്ടാണ് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആൻസർ കിട്ടുന്നത് അപ്രോച്ച് വഴിയാണ്. അങ്ങനെയാണെങ്കിൽ മെത്തേഡോ എങ്ങനെ പഠിക്കണമെന്ന് പറയുന്നത് മെത്തേഡിലാണ്. ടെക്നിക്സ് ആണെങ്കിലോ എങ്ങനെ ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളത് ടെക്നിക്സാണ് പറയുന്നത്. അടുത്തത് ചോദിച്ചിട്ടുള്ളതാണ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു ലാംഗ്വേജ് ലേണിംഗ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് കോഗ്നിറ്റീവ് approach to learning. Cognitivist theories emerged in the late 1950s as a reaction against behaviorism.
ഇപ്പോൾ കോഗ്നിറ്റീവിസ്റ്റ് തിയറികൾ 1950കളിൽ ഒരു ബിഹേവിയറിസത്തിനെതിരായിട്ട് വന്ന ഒരു അപ്രോച്ചായിരുന്നു. കോഗ്നിറ്റിവിസം, അക്കോർഡിംഗ് ടു ബ്രൂണർ, analyzes the complex process of the human mind such as thinking, problem solving and memory. അപ്പോൾ ബ്രൂണറിനെ സംബന്ധിച്ചിടത്തോളം കോഗ്നിറ്റീവിസം എന്ന് പറയുന്നത് എന്താണ്, കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു പ്രോസസ് ഓഫ് ഹ്യൂമൻ മൈൻഡ്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രോസസ്സുകളെക്കുറിച്ചും ഏതാണവ, തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, മെമ്മറി, ഇവയെക്കുറിച്ചൊക്കെ പറയുന്നതാണ് കോഗ്നിറ്റിവിസം. അക്കോർഡിംഗ് ടു കോഗ്നിറ്റിവിസ്റ്റ് അപ്രോച്ച്, ലാംഗ്വേജ് ഇസ് റിച്ച്, കോംപ്ലെക്സ് ആൻഡ് റൂൾ ഗവേൺഡ് വൈറ്റൽ സിസ്റ്റം. കോഗ്നിറ്റിവിസ്റ്റ് അപ്രോച്ചിൽ പറയുന്നത് ലാംഗ്വേജ് ഒരു റിച്ചായ, വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള, റൂൾ ഗവേൺഡ് വൈറ്റൽ സിസ്റ്റം, അപ്പം നിയമാധിഷ്ഠിതമായൊരു സിസ്റ്റമാണ് ലാംഗ്വേജ്, വളരെ കോംപ്ലെക്സ് ആണ് എന്നാണ് കോഗ്നിറ്റിവിസ്റ്റുകൾ പറയുന്നത്. The child has an innate cognitive ability to acquire any language. It is in fact a biologically determined system. അപ്പോൾ ഒരു കുട്ടിക്ക് എന്തുണ്ട്, ഒരു ഇന്നേറ്റ് കോഗ്നിറ്റീവ് എബിലിറ്റി ഉണ്ട്. ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു കോഗ്നിറ്റീവ് എബിലിറ്റി എപ്പോഴും ഉണ്ട്. എന്തിന്? ടു അക്വയർ എനി ലാംഗ്വേജ്, ഏത് ഭാഷയും സ്വായത്തമാക്കാനുള്ള ഒരു കോഗ്നിറ്റീവ് എബിലിറ്റി കുട്ടിയിലുണ്ട്. ഇൻഫാക്റ്റ് എ ബയോളജിക്കലി ഡിറ്റർമിൻഡ് സിസ്റ്റം, ബയോളജിക്കലി തന്നെ അവന് ഒരു സിസ്റ്റമുണ്ട്, അതുകൊണ്ടാണ് അവൻ ഭാഷ പഠിക്കുന്നത് എന്നാണ് കോഗ്നിറ്റിവിസ്റ്റുകൾ പറയുന്നത്. ഇൻ ദിസ് മാനർ ഇറ്റ് ഈസ് കൺസിഡേർഡ് ദാറ്റ് ഓൾ ലാംഗ്വേജസ് ആർ ഈക്വൽ ഇൻ ദ മാറ്റർ ഓഫ് അക്വിസിഷൻ പ്രോസസ്സ്. അപ്പം ഈ ഒരു വ്യൂ പോയിന്റിൽ കാണുവാണെങ്കിൽ എല്ലാ ലാംഗ്വേജുകളും അക്വയർ ചെയ്യുന്ന രീതിയിൽ ഒരുപോലെയാണ്. The human child is genetically endowed with a language system which is known as universal grammar. അപ്പോൾ ഈ കോഗ്നിറ്റിവിസ്റ്റുകൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഹ്യൂമൻ ചൈൽഡും ജനറ്റിക്കലി അവനൊരു സിസ്റ്റമുണ്ട്, ഒരു ലാംഗ്വേജ് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൻ്റെ പേരാണ് യൂണിവേഴ്സൽ ഗ്രാമർ, UG എന്ന് പറയുന്നത്. ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് എ പ്രോസസ് ഓഫ് അൺഫോൾഡിങ് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചിൽഡ്രൻ. അപ്പം ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ തന്നെ ഭാഗമാണ്. കോഗ്നിറ്റീവ് ലേണിംഗ് ഈസ് എ വേ ഓഫ് ലേണിംഗ് ദാറ്റ് ഹെൽപ്സ് ചിൽഡ്രൻ യൂസ് ദ ബ്രെയിൻ മോർ എഫക്റ്റീവ്ലി. അപ്പോൾ കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ വെറും റോഡ് ലേണിംഗ് അല്ല, വെറും മെമ്മറൈസേഷൻ അല്ല, പകരം കുട്ടികൾ അവൻ്റെ ബ്രെയിൻ നന്നായി യൂസ് ചെയ്യുന്ന ലേണിംഗ് ആണ് കോഗ്നിറ്റീവ് ലേണിംഗ്. അപ്പോൾ കോഗ്നിറ്റീവ് ലേണിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ. ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത് അവൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണെന്നാണ് ആര് പറയുന്നത്? കോഗ്നിറ്റീവ് അപ്രോച്ചിലുള്ള ആളുകൾ പറയുന്നത്. ദിസ് മെത്തേഡ് ഓഫ് ലേണിംഗ് ഈസ് ആക്റ്റീവ് ആൻഡ് എൻകറേജസ് ചിൽഡ്രൻ ടു എൻഗേജ് ഫുള്ളി ഇൻ ദ ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ലേണിംഗ് എന്ന് പറയുന്നത് കുട്ടിയെ എന്തിന് സഹായിക്കുന്നുണ്ട്? ടു എൻഗേജ് ഫുള്ളി ഇൻ ദ ലേണിംഗ് പ്രോസസ്സ്. ലേണിംഗ് പ്രോസസ്സിൽ ഫുള്ളി എൻഗേജ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് മേക്സ് ലേണിംഗ്, തിങ്കിങ് ആൻഡ് റിമെമ്പറിങ് ഈസി. അപ്പോൾ ഇത് പഠിക്കാനും തിങ്ക് ചെയ്യാനും ഓർമ്മിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് കോഗ്നിറ്റീവ് അപ്രോച്ചാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് നോം ചോംസ്കി ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. നമുക്കറിയാം കോഗ്നിറ്റിവിസ്റ്റ് ആണ് നോം ചോംസ്കി. അപ്പോൾ നോം ചോംസ്കി, റൈറ്റ്ലി റിഗാർഡഡ് ആസ് ദി എക്സ്പോണൻ്റ് ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ, ഈസ് എൻ അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആൻഡ് എ വേൾഡ് റിനൗൺഡ് പൊളിറ്റിക്കൽ റൈറ്റർ. നോം ചോംസ്കി വേൾഡ് റിനൗൺഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ റൈറ്ററാണ്. അദ്ദേഹമാണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ. അപ്പം ദ ഇന്നേറ്റ് സ്ട്രക്ചർ ഇൻ ഹ്യൂമൻ ബ്രെയിൻ വാസ് നോൺ ആസ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അപ്പോൾ നോം ചോംസ്കിയെ പോലുള്ള ആളുകളുടെ അഭിപ്രായത്തിൽ ഒരു ഹ്യൂമൻ ബ്രെയിനിൽ ഒരു ഇന്നേറ്റ് സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിൻ്റെ പേരാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ആഫ്റ്റർവേർഡ്സ് ദിസ് ഇന്നേറ്റ് capacity to acquire any language is termed to be universal grammar. അപ്പം ഇത്തരത്തിൽ
ദ കപ്പാസിറ്റി ടു അക്വയർ എനി ലാംഗ്വേജ്, ഏതൊരു ഭാഷയും അക്വയർ ചെയ്യാനുള്ള ഒരാളുടെ കപ്പാസിറ്റിയെ നമ്മൾ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയും. ദി ഇന്നേറ്റ് ഹൈപ്പോത്തസിസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് ഇസ് നോൺ ആഫ്റ്റർ ഹിം. അപ്പോൾ ഈ ഒരു തിയറി ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ നമ്പർ ഓഫ് ഒബ്സർവേഷൻ റിലേറ്റഡ് ടു ലാംഗ്വേജ് ലേണിംഗ്. ലാംഗ്വേജ് ലേണിങ്ങിനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒബ്സർവേഷൻ ഈ ഒരു തിയറിയിൽ വരുന്നുണ്ട്. ദി ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻ ആർ ആസ് ഫോളോസ്. അതായത് ഈ ഒരു തിയറി എന്ത് അസംഷനിലാണ് ഡെവലപ്പായി വന്നിരിക്കുന്നതെന്നാണ് ഇനി പറയാനുള്ളത്. ചിൽഡ്രൻ ക്യാൻ അക്വയർ എനി ലാംഗ്വേജ്. കുട്ടികൾക്ക് ഏത് ഭാഷയും പഠിക്കാം. ലാംഗ്വേജ് ഈസ് എ കോംപ്ലക്സ് സിസ്റ്റം. ലാംഗ്വേജ് വളരെ സങ്കീർണമായൊരു സിസ്റ്റമാണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് എൻ ആക്റ്റീവ് മെൻ്റൽ പ്രോസസ്സ്. ലാംഗ്വേജിൻ്റെ സ്വായത്തമാക്കൽ എന്ന് പറയുന്നത് എന്തായാലും ഒരു ആക്റ്റീവ് മെൻ്റൽ പ്രോസസ്സാണ്. ചിൽഡ്രൻ അക്വയർ ലാംഗ്വേജ് ഇൻ എ റിലേറ്റീവ്ലി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നു. ചിൽഡ്രൻ ഡിസ്കവർ ദ സിസ്റ്റം ഓഫ് ലാംഗ്വേജ് ഫ്രം എ സ്മാൾ എമൗണ്ട് ഓഫ് ഡേറ്റ. അപ്പോൾ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ലാംഗ്വേജിൻ്റെ ഒരു സിസ്റ്റം ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഡേറ്റയിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഇത്തരം ഒബ്സർവേഷനിൽ നിന്നാണ് ഈ ഒരു ലേണിംഗ് തിയറി ഡെവലപ്പായിട്ടുള്ളത്. According to Chomsky, in fact, infants are born with a language acquisition device. അപ്പോൾ എല്ലാ ശിശുക്കളും ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസോടുകൂടി ജനിച്ചിട്ടുള്ളവരാണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് ആസ് നാച്ചുറൽ ആസ് ഹ്യൂമൻ ഫിസിക്കൽ ഗ്രോത്ത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരം ഡെവലപ്പാകുന്നത് പോലെ തന്നെ ഡെവലപ്പാകുന്ന ഒരു കാര്യമാണ് അവൻ്റെ ലാംഗ്വേജ് അക്വിസിഷനും. ഹി ഡിസ്കാസ് മിയർ ഇമിറ്റേഷൻ ഇൻ അക്വയറിങ് ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് വെറും മിയർ ഇമിറ്റേഷൻ മാത്രമാണ് എന്ന് പറയുന്നൊരു കാര്യത്തെ ഇദ്ദേഹം തള്ളിപ്പറയുന്നു. ആര്? നോം ചോംസ്കി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് അക്വിസിഷൻ ഒരു ഇമിറ്റേഷൻ മാത്രമല്ല, അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം മാത്രമല്ല, പകരം വളരെ കോഗ്നിറ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഫലമായി തന്നെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ ചെയ്യുന്നത് ഒരു കുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അടുത്തത് നോക്കി, നമ്മൾ കോഗ്നിറ്റീവിസ്റ്റ് അപ്രോച്ച് ടു ലാംഗ്വേജ് ലേണിങ്ങിലാണ് എന്ന് പറഞ്ഞത് നോം ചോംസ്കിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ്റെ തിയറി, അതായത് യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ടെന്നും എല്ലാ കുട്ടികളുടെയും ബ്രെയിനിനുള്ളിൽ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ടെന്നും അപ്പം ഈ എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അടുത്തത് മറ്റൊരു തിയറിയാണ്, ഇതേപോലുള്ള മറ്റൊരു തിയറിയാണ് ക്രാഷൻസ് തിയറി ഓൺ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. Stephen Krashen is a well-known linguist who specialized in theories of language acquisition and development. He has contributed much in all areas of second language acquisition. His theories, hypotheses, and stages of second language acquisition are well known and are widely accepted in language teaching and research. അപ്പോൾ സ്റ്റീഫൻ ക്രാഷൻ ഒരു വെൽ നോൺ ആയിട്ടുള്ള വളരെ അറിയപ്പെടുന്ന ഒരു ലിംഗ്വിസ്റ്റാണ്. അദ്ദേഹം ലാംഗ്വേജ് അക്വിസിഷൻ ഡെവലപ്മെൻറ്റിലുള്ള തിയറീസിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് ഏരിയാസിൽ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഏരിയാസിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു തിയറീസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് ഹൈപ്പോത്തസിസ് ആൻഡ് സ്റ്റേജസ് ഓഫ് സെക്കൻഡ് ലാംഗ്വേജ്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനെ പറ്റിയുള്ള തിയറീസ് വളരെ ഫേമസ് ആണ്. ആ ഒരു തിയറിയിൽ ഇത്രയും സ്റ്റേജസ് ആണുള്ളത്. സ്റ്റേജസ് ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ആസ് എക്സ്പോസ്ഡ് ബൈ ക്രാഷൻ. അദ്ദേഹം പറയുന്ന ഒരു കുട്ടി സെക്കൻഡ് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതിൽ ഇത്തരം സ്റ്റേജുകളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ദ സൈലൻറ്റ്, റിസെപ്റ്റീവ് ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റേജ്. ആദ്യത്തെ സ്റ്റേജാണ് സൈലൻറ്റ്, റിസെപ്റ്റീവ് ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് ദ ഏർലി പ്രൊഡക്ഷൻ സ്റ്റേജ്. മൂന്നാമത്തേത് ദ സ്പീച്ച് എമർജൻസ് സ്റ്റേജ്. നാലാമത്തേത് ദ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സ്റ്റേജ്. അഞ്ചാമത്തേത് ദി അഡ്വാൻസ്ഡ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സ്റ്റേജ്. ആദ്യത്തേത് നോക്കാം, ദ സൈലൻറ്റ്, റിസെപ്റ്റീവ് ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റേജ്. ദിസ് സ്റ്റേജ് അപ്രോക്സിമേറ്റ്ലി ലാസ്റ്റ് ഫ്രം 10 hours to 6 months. 10 മണിക്കൂർ തൊട്ടൊരു 6 മാസം വരെ ഉള്ള സ്റ്റേജാണിത്. ഇറ്റ് ഇൻവോൾവ്സ് എ സൈലൻറ്റ് പീരീഡ് ഡ്യൂറിങ് വിച്ച് ചൈൽഡ് മേ നോട്ട് സ്പീക്ക്. അതായത് ഒരു കുട്ടി ഒന്നും തന്നെ സംസാരിക്കാത്ത ഒരു പീരീഡ്.
but can respond using a variety of strategies, including pointing to an object, picture, or person, performing an act such as standing up or closing a door, gesturing or nodding, or responding with a simple yes or no. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കുട്ടിക്കൊന്നും സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ തന്നെ അവൻ ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് അവൻ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണം, കൊച്ചു കുട്ടികൾ കാണിക്കുന്ന ചില ജസ്റ്റേഴ്സ് ഉണ്ട്, അതായത് ചൂണ്ടിക്കാണിക്കുക, പോയിൻറ്റിങ് ടു ദി ഒബ്ജക്റ്റ് ഓർ പിക്ചർ ഓർ പേഴ്സൺ, ചില കാര്യങ്ങൾ ചെയ്യുക, എഴുന്നേറ്റ് നിൽക്കുക, ഒരു ഡോർ അടയ്ക്കുക, തലയാട്ടുക, ആക്ഷൻസ് കാണിക്കുക, യെസ് നോ എന്നൊക്കെ പറയുക. ഡ്യൂറിങ് ദ സ്റ്റേജ് ചിൽഡ്രൻ ഡു നോട്ട് ബി ഫോഴ്സ് ടു സ്പീക്ക് അൺടിൽ ദി ആർ റെഡി ടു ഡു സോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കുട്ടികളെ ഒരു കാരണവശാലും എന്ത് ചെയ്തുകൂടാ, സംസാരിക്കാൻ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തുകൂടാ. അൺടിൽ ദേ ആർ റെഡി ടു ഡു സോ, അവരതിന് റെഡിയാകുന്നത് വരെ അവരെ ഒരു കാരണവശാലും ഈ ഒരു സൈലൻറ്റ്, റിസെപ്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് സ്റ്റേജിലുള്ള കുട്ടികളെ സംസാരിക്കാൻ നിർബന്ധിക്കരുത്. അടുത്തത് ദ ഏർലി പ്രൊഡക്ഷൻ സ്റ്റേജ്. ദിസ് സ്റ്റേജ് വിൽ ബി നീഡഡ് അനദർ 6 months ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദി ഇനിഷ്യൽ സ്റ്റേജ്. അപ്പം ആദ്യം പറഞ്ഞ 10 മണിക്കൂർ തൊട്ട് 6 മാസം വരെയുള്ള സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം വേണ്ടി വരും ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ. നീഡഡ് അനദർ 6 months ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ ഇനിഷ്യൽ സ്റ്റേജ്. അപ്പോൾ ഡ്യൂറിങ് ദ സ്റ്റേജ് ചിൽഡ്രൻ ക്യാൻ നോർമലി സ്പീക്ക് 1 or 2 word phrases. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് 1 വയസ്സ് ഒക്കെ ആകുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ കൂടുതൽ എടുത്തേക്കാം, ഒന്നോ അതിലധികമോ ഫ്രേസുകളോ വാക്കുകളോ സംസാരിക്കുന്നതായി കാണാം. We can demonstrate comprehension of new material by giving short answers to simple yes or no or who, what, where questions. അപ്പം ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? He can demonstrate comprehension of new material by giving short answers. ചെറിയ ചെറിയ ആൻസറുകൾ നൽകാൻ പറ്റും, യെസ് ഓർ നോ കൊടുക്കാൻ പറ്റും, ഐദർ ഓർ ഹൂ, വാട്ട്, വെയർ ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേജാണ്. നമുക്കറിയാം 1 വയസ്സോ 1.5 വയസ്സോ ഒക്കെ ഉള്ള കുട്ടികളുടെ ഒരു സ്റ്റേജ്, അവരെന്താണ് പറയുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാം, നമ്മൾ കാണുന്നതാണ് അല്ലേ. അതാണ് ഏർലി പ്രൊഡക്ഷൻ സ്റ്റേജ്. ദി സ്പീച്ച് എമർജൻസ് സ്റ്റേജ്, സംസാരിച്ച് തുടങ്ങുന്നൊരു സ്റ്റേജ്. During this stage, children begin to use dialogues and can ask simple questions such as, can I go to the toilet? And are also able to answer simple questions. Children may produce longer sentences, but often with grammatical errors that can interfere with their communication. This stage may take another 1 year. പിന്നെയും 1 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം കുട്ടികൾ ചെറുതായിട്ട് സംസാരിച്ച് തുടങ്ങുന്നു. They ask questions. ക്യാൻ ഐ ഗോ ടു ടോയ്ലറ്റ് പോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കുന്നു. ലോങ്ങർ സെൻറ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ചില സാഹചര്യങ്ങളിൽ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വരുത്തുന്നു. എങ്കിൽ പോലും അവൻ സംസാരിച്ച് തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് സ്പീച്ച് എമർജൻസ് സ്റ്റേജ്. ദ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി സ്റ്റേജ്. ഇമ്മീഡിയറ്റ് പ്രൊഫഷ്യൻസി മേ ടേക്ക് അപ്പ് ടു another 1 year soon after speech emergence. സംസാരിച്ച് തുടങ്ങി 1 വർഷത്തിന് ശേഷം നമുക്കൊരു ഇമ്മീഡിയറ്റ് പ്രൊഫഷ്യൻസി കാണാൻ സാധിക്കും. Children have typically developed close to 6,000 words and are beginning to make complex statements, state opinions, ask for clarification, share their thoughts and speak at great length. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എന്താ സംഭവിക്കുക? ഒരു 6,000 വാക്കുകളോളം കുട്ടി പഠിച്ചിട്ടുണ്ടാവും. അവന് കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാനും പറ്റും, ഒപ്പീനിയൻസ് പറയാൻ പറ്റും, ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിക്കാൻ പറ്റും, അവൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യാൻ പറ്റും. ഒരുപാട് ലെങ്തി ആയിട്ട് അവന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് ദി ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി സ്റ്റേജ്. പിന്നെയുണ്ട് ദി അഡ്വാൻസ്ഡ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി സ്റ്റേജ്. ദിസ് സ്റ്റേജ് ക്യാൻ ടിപ്പിക്കലി ടേക്ക് ഫ്രം 5 to 7 years, 5 മുതൽ 7 വയസ്സ് വരെ. By this stage, children can develop some specialized content area vocabulary and can take part fully in grade level classroom activities if they are given occasional extra support. അപ്പോൾ ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൂടി കൊടുത്താൽ വളരെ പ്രൊഫഷ്യൻ്റ് ആയിട്ട് ചില കോണ്ടൻറ്റ് ഏരിയകൾ സംസാരിക്കാനുള്ള പ്രാവീണ്യം എടുക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഈ ഒരു വയസ്സിൽ കുട്ടികൾ എത്തിച്ചേരുന്നു.
എന്തിനാണ് ഈ ഒരു അസംഷൻസ് അല്ലെങ്കിൽ ഈ ഒരു തിയറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് ഒരു പ്രത്യേക ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ഉണ്ടെന്നും ആ സ്റ്റേജിൽ അവൻ്റെ ലാംഗ്വേജ് അക്വിസിഷൻ്റെ ഒരു കഴിവ് ഈ ലെവലിലായിരിക്കുമെന്നും മനസ്സിലാക്കി ആ രീതിയിൽ വേണം അവന് വേണ്ടിയിട്ടുള്ള ടീച്ചിങ് കോണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യാനും അവനെ അങ്ങോട്ട് ആ ഒരു എന്താണ് അവന് പഠിപ്പിക്കേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ, അവൻ്റെ ഒരു ഏജിൽ അവന് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവന് വേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, അവനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അല്ലാതെ അവൻ്റെ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നോക്കാതെ നമ്മൾ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് ആക്ടിവിറ്റി അവനിലേക്ക് എത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഫെയിൽഡ് ആവും. അപ്പോൾ ഓരോ സ്റ്റേജിലും അവന് ഇത്ര കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു ടീച്ചർ അവനിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രദ്ധിക്കണം.